നീണ്ടു നിവർന്നു കിടക്കുന്ന ഹോസ്പിറ്റലിന്റെ നാഴിയിലൂടെ ഡെവിളും ദേവച്ചനും ഓടി. ഐസിയുവിന്റെ വാതിൽക്കൽ വന്നു നിന്ന ദേവച്ചൻ ഒരു നിമിഷം നടുങ്ങി നിന്നുപോയി. ഒപ്പം ഒരു കള്ളത്തരത്തോടെ ഡെവിളും. ബെഡിൽ വാടിൽ തളർന്നു കിടക്കുന്ന മിത്ര, അവൾക്ക് ചുറ്റും അവളുടെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സും. നെഞ്ചിടിപ്പോടെ ദേവച്ചൻ ഉള്ളിലേക്ക് കയറി. അയ്യോ മോളെ മിത്രേ, എന്താ പറ്റിയേ? എവിടായിരുന്നു നീ? ദേവച്ചൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചതും തകർന്ന മനസ്സോടെ മിത്ര ദേവച്ചനെ നോക്കി. അറിയില്ലല്ലോ വെച്ച, ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ആരോ കൊണ്ടുവന്നെന്ന ഡോക്ടേഴ്സ് പറഞ്ഞത്. ദേവച്ചന്റെ ചോദ്യത്തിന് മിത്രയുടെ അച്ഛനാണ് മറുപടി നൽകിയത്. ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയെന്നോ? ആര്? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ ദേവിട്ടാ, രാവിലെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോഴാ ഞങ്ങളും അറിയുന്നേ. രാവിലെ ആരും ബോധമില്ലാണ്ട അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാ. ആരെന്നോ എന്തെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇവളാണെ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്താണേലും ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മിത്രയുടെ അമ്മ പറയുന്നത് കേട്ട് ദേവച്ചൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ദേവച്ചൻ നേരെ മിത്രയുടെ അരികിൽ വന്നിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക്? ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന മിത്രയുടെ കവിളിൽ മെല്ലെ തൊട്ട് ചോദിച്ചു. പെട്ടെന്ന് മിത്ര അയാളുടെ കൈ തട്ടി മാറ്റി. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഞാൻ ചച്ചോ ജീവനോട് ഉണ്ടോന്ന് പോലും തിരക്കാതെ നിങ്ങൾ വിശേഷിന്റെ കല്യാണം നടത്തിയില്ലേ? മിത്ര വേദനയിലും വിങ്ങിപ്പൊട്ടുന്നത് കാണി ദേവച്ചന്റെ ഉള്ളിൽ ഒന്ന് നോക്കി. അയ്യോ, അതങ്ങനെയല്ല മിത്ര. നീ അന്നേരം മിസ്സിംഗ് ആയപ്പോ കല്യാണത്തിന് ഇഷ്ടമില്ലാതെ ആരെയോ കൂടെ പോയി എന്ന് കരുതിയ ഞാൻ. ഓ, അപ്പൊ ഞാൻ മിസ്സിംഗ് ആയ ഉടനെ ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിപ്പോയെന്ന് തീരുമാനിച്ചു എല്ലാരും, ഇല്ലേ? ദേവച്ചനൊരു കുറ്റബോധത്തോടെ മുഖം താഴ്ത്തി. അല്ല മോളെ, ഞാൻ ആരുടെയും കൂടെ പോയതൊന്നുമല്ല. എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തതാ. മിത്രയുടെ പേരൻസും ദേവച്ചനും ഒരുപോലെ പറഞ്ഞുപോയി. ആ, കിഡ്നാപ്പ് തന്നെയാ. എന്നിട്ട് എന്നെ ഏതോ ഒരു ഇരുട്ട് മുറിയിൽ ഇട്ടിരുന്നു, അതും ബോധമില്ലാണ്ട്. ഇടയ്ക്ക് എപ്പോഴോ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടത് ഓടി പിടിച്ച് ഏതോ ഗൗഡാണാ. അപ്പൊ തന്നെ എന്നെ ഏതോ ഒരുത്തൻ വന്ന് മുഖത്തെന്ത് വെച്ച് എന്നെ ബോധം കെടുത്തുകയും ചെയ്തു. അവളത് പറയുമ്പോൾ ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ദാ ഇവിടെയാ, ഇങ്ങനെ. അപ്പോ കിഡ്നാപ്പ് ചെയ്തതാരെന്ന് മിത്ര കണ്ടില്ലേ? എല്ലാം കേട്ട് നിന്ന ഡെവിൾ അഭിനയ മികവോടെ അവളോട് ചോദിച്ചു. ആ ചോദ്യം അവസാനിക്കും മുന്നേ ദേവച്ചൻ അവന് നേർക്കൊരു നോട്ടം നോക്കി. ഞാൻ ആരെയും കണ്ടില്ല. അല്ലെങ്കിലും ഇനി കണ്ടിട്ടെന്തിനാ? എല്ലാം കഴിഞ്ഞില്ല. അതും പറഞ്ഞ് മിത്ര ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ മിത്രയുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വല്ലാത്തൊരു വിഷമത്തോടെ ദേവച്ചൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു. ഐസിയുവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ഡെവിളും നടന്നു. എന്റെ ബലമായ സംശയം എന്റെ ബിസിനസ് എനിക്ക് സാരമാണെന്ന്. ആകെ ടെൻഷനോടെ നിൽക്കുന്ന ദേവച്ചനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു അവൻ. എനിക്കൊരു നല്ലത് വരുന്നത് അവന്മാർക്കാർക്കും സഹിക്കില്ലല്ലോ, അതാവും ദേവച്ച. ദേവച്ചൻ എന്താ തോന്നുന്നേ? അവൻ പറഞ്ഞതിനൊന്നും ദേവച്ചൻ മറുപടി നൽകിയില്ല. മിത്രയെ കണ്ട ആളാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു എന്ന് അവന് തോന്നി. ഏതായാലും ദേവച്ചൻ മിത്രയുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഓഫീസിലെ കാര്യങ്ങളെന്ന് ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് ദേവച്ചന്റെ തോളിൽ തൊട്ട് പുറത്തേക്ക് നടക്കുന്ന ഡെവിളിനെ ഒരു നിമിഷം ദേവച്ചൻ അങ്ങനെ നോക്കി നിന്നു. കടുന്നീല വർണ്ണത്തിൽ സ്വർണ്ണപ്പൂക്കളുള്ള മനോഹരമായ സാരി. ഋഷി ഇന്നലെ രാത്രി അമ്മയുടെ സാരിയാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് മുതൽ പെണ്ണിന്റെ മനസ്സിൽ വല്ലാത്തൊരു മോഹമായിരുന്നു അതൊന്നൊടുക്കാൻ. ഞൊരിഞ്ഞെടുത്ത് തോളിലേക്ക് പിൻ ചെയ്തവൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കി. ഓ, എന്തൊരു ചേല ഈ സാരിക്ക്! ഇത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നിയില്ല. ശരിക്കും പുതിയതുപോലുണ്ട്. അത്രയ്ക്ക് സൂക്ഷിച്ചു വെച്ചിട്ടാ ആ പാവം. അമ്മയുടെ സാരിയല്ലേ? കണ്ണാടിയിൽ നോക്കി എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ അവൾ ടേബിളിലിരുന്ന സിന്ദൂര ചിപ്പിനെ കയ്യിലേക്കെടുത്തു. നെറുകയിലേക്കൊന്ന് തൊട്ടു. മുഖത്ത് നിറയെ ചിരിയുമായിട്ടായിരുന്നു ദേവിനി താഴേക്ക് ഇറങ്ങി വന്നത്. നോക്കുമ്പോൾ മാധവി മുറ്റത്തെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. അവൾ നേരെ മുറ്റത്തേക്ക് ഓടി. മാധവിച്ചി, എങ്ങനെയുണ്ട്?
പിന്നിൽ നിന്നും ആകാംക്ഷയോടെ ചോദിക്കുന്ന പെണ്ണിന്റെ ശബ്ദം കേട്ടാണ് മാധവി തിരിഞ്ഞു നോക്കിയത്. ആ കൊള്ളാലോ കുഞ്ഞ്, ഇപ്പോഴാ കുഞ്ഞ് വൃത്തി മേനെയുള്ളൊരു സാരി ഉടുത്ത് കണ്ടേ. പക്ഷേ ഈ സാരി ഞാൻ എവിടെയോ. മാധവി സംശയത്തോടെ പറഞ്ഞു നിർത്തി. ഇത് ഋഷിയുടെ അമ്മയുടെ സാരിയാ മാധവിച്ചി. സാരിത്തലപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ടവൾ മാധവിയെ നോക്കി കൊഞ്ചലോടെ പറഞ്ഞു. ഓ അതാണ് എവിടെയോ കണ്ടു പറഞ്ഞ പോലെ. മാധവിച്ചിക്ക് അപ്പോഴേ തോന്നി. അലമാല ഇരിക്കുന്ന കണ്ടപ്പോൾ ഉടുത്തു നോക്കിയതാ മാധവിച്ചി. എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ കുഞ്ഞിന് എന്തുടുത്താലും നല്ല ചർച്ചയാ. ഇപ്പൊ കണ്ട ശരിക്കും ഋഷിക്കുഞ്ഞിന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ട് മോളെ കാണാൻ. ഓ കണ്ടാലും മതി. പെട്ടെന്നായിരുന്നു ഭാനുമതി ഇവിടെ നിന്നില്ലാതെ കയറി വന്നത്. അതോടെ ദേവിനിയുടെയും മാധവിയുടെയും മുഖത്ത് ചിരി നിന്നു. മാധവിക്കാണെ ആരെ കണ്ടാലും ഒരു പുകഴ്ത്തലാണല്ലോ. വേലക്കാരിയൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണല്ലോ ഇത്. ഭാനുമതി മാധവിക്ക് നേരെ പുച്ഛത്തോടെ നോക്കി. അല്ല മാഡം, ഈ കുഞ്ഞ് സാരി കൊള്ളാവെന്ന് ചോദിച്ചപ്പോ ഞാൻ. മാധവിക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലേ? ഒന്നുമില്ലെങ്കിൽ എന്റെ റൂമിൽ കുറച്ച് തുണി കിടപ്പുണ്ട്, അതല്ല എടുത്ത് അലക്കാൻ കൊണ്ടിട്. ഭാനുമതി ചീറിക്കൊണ്ട് പറഞ്ഞു. അതോടെ മാധവി വെള്ളമൊഴിച്ചുകൊണ്ടിരുന്ന ഓസിനെ നിലത്തേക്കിട്ട് വിഷമത്തോടെ ദേവിനിയെ നോക്കി അകത്തേക്ക് കയറി. അപ്പോഴും ഭാനുമതിയുടെ സംസാരം കേട്ട് ദേഷ്യം അടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു ദേവിനി. അവൾ കറുത്തു വന്ന മുഖത്തോടെ അവരെ നോക്കി കൂർപ്പിച്ചു. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും നിനക്ക് ദേഷ്യം വന്നു പോയോ? ഭാനുമതി അവളെ അടിമുടി നോക്കി. നിനക്ക് വലിയ അഹങ്കാരമൊന്നും വേണ്ട. ഈ സാരി ഉടുത്തെന്ന് കരുതി നീ ഇവിടുത്തെ കെട്ടിലമ്മ ആകെയില്ല. ആർക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവന്റെ താലി കെട്ടിയെന്നേ ഉള്ളൂ. നീ ഇപ്പോഴും ഇവിടുത്തെ വേലക്കാരി തന്നെയാ. ദേവിനി ഒന്നും മിണ്ടിയില്ല. ദഹിപ്പിച്ചൊരേ നോട്ടം. ഡെവിൾ പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പരമാവധി ദേഷ്യം അടക്കി നിൽക്കുകയായിരുന്നു ദേവിനി. മതിയടി നോക്കി പേടിപ്പിച്ചത്. പെട്ടെന്ന് പോയി ഈ സാരി മാറ്റ്. ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിന്റെ ആ പഴയ കീറിയതും മുഷിഞ്ഞതും കാടൊക്കത്തും. നീ അതൊക്കെ തന്നെ ഇട്ടാ മതി കേട്ടോടി വണ്ടി കയറി വന്നവളെ. എല്ലാം കേട്ടിട്ടും ദേവിനി നിന്നിടത്തു നിന്നും അനങ്ങുക കൂടി ചെയ്തില്ല. സാരിത്തുമ്പിൽ വിരൽ ചുറ്റിക്കൊണ്ടവൾ ഉറഞ്ഞു വന്ന കരിയെ എങ്ങനെയൊക്കെയോ അടക്കി. എന്താടി നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സാരി പോയി മാറ്റാൻ. ദേവിനി ഒരു അടി പോലും അനങ്ങിയേയില്ല. ഓ നിനക്ക് എത്ര അഹങ്കാരമായി പോയോ? ഇവളെ ഞാനിന്ന്. അവളുടെ നിൽപ്പ് കണ്ടെരിഞ്ഞു വന്ന ഭാനുമതി പെട്ടെന്ന് നിലത്തേക്ക് തിരഞ്ഞു. ആദ്യമായി കണ്ടത് മാധവി വെള്ളം നനച്ചു കൊണ്ടിരുന്ന ഓസിനെയായിരുന്നു. നിന്നെ ഇപ്പൊ കാണിച്ചു തരാണ്. അത്രയും പറഞ്ഞ് മുറുമുറുപ്പോടെ അവർ ആ ഓസിനെ കയ്യിലേക്കെടുത്തു. അവൾക്ക് നേരെ വെള്ളം ചീറ്റി. അപ്പോഴേക്കും ദേവിനിയുടെ സർവ്വ നിയന്ത്രണവും കൈവിട്ടു പോയിരുന്നു. ഋഷിനിധി പോലെ സൂക്ഷിച്ച അവൻ്റെ അമ്മയുടെ സാരി. അതിൽ വെള്ളം വീണതും ദേവിനി കലിയുടെ ഭാനുമതിയുടെ കയ്യിലേക്ക് പിടിച്ചു. ഓസിനെ പിടിച്ചു വാങ്ങി തറയിലേക്ക് എറിഞ്ഞവൾ അവരെ വാശിയോടെ പിന്നിലേക്ക് തള്ളി. അയ്യോ എന്റെ നടു. ഭാനുമതി നടുവും കുത്തി നിലത്തേക്ക് വീണു. തൊട്ടു പകൽ തന്നെ. ആ ശബ്ദം കേട്ട് ഭാനുമതി കണ്ണു തുറന്നു നോക്കിയതും തന്റെ മുന്നിൽ ഉഗ്രരൂപിയായി നിൽക്കുകയായിരുന്നു ദേവിനി. അവർ ഇതുവരെ കാണാത്തൊരു ഭാവത്തോടെ. ഇതെന്റെ ഏറ്റവും അമ്മയുടെ സാരിയാ. ഇതിലെങ്ങാനും തൊട്ടാ ആ കൈ ഞാൻ വിട്ടു. ആ കാഴ്ച കണ്ണിന് വിശ്വസിക്കാൻ സാധിക്കാതെ ഭാനുമതി കണ്ണു തിരുമ്മി നോക്കി. ആകെ ഒരു അങ്കരാപ്പോടെ. ഇവൾക്ക് പ്രാന്തായോ ദൈവമേ. പെട്ടെന്നാണ് മുറ്റത്തേക്ക് ഡെവിളിന്റെ കാർ വന്നു നിന്നത്. ആ ശബ്ദം കേട്ടപ്പോഴേക്കും രണ്ടുപേരുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. ഡെവിൾ മുറ്റത്തേക്ക് കാർ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി. ഭാനുമതിയുടെ ഇരിപ്പും കലിയോടെ നിൽക്കുന്ന ദേവിനിയുടെ നിൽപ്പും അത് കണ്ടപ്പോൾ തന്നെ ഡെവിളിന് എന്തോ പന്തികേട് മണത്തിരുന്നു. എന്താ അവിടെ? കാറിന്റെ ലോക്ക് പോലും ഇടാൻ മറന്നുകൊണ്ട് ഡെവിൾ അവരുടെ അടുത്തേക്ക് വെപ്രാളത്തോടെ ഓടി. ഏട്ടന്റെ അമ്മയുടെ സാരിയിലേക്ക് വെള്ളം ഒഴിച്ചു തള്ള. അവൻ എന്തേലും ചോദിക്കും മുന്നേ അവൾ ഡെവിളിന് നേരെ ചാടിക്കടിച്ചു. ഡെവിൾ ഭാനുമതിയെ നോക്കുമ്പോൾ എണീക്കാൻ പോലും നിവൃത്തിയില്ലാതെ ആകെ അണ്ടമിട്ടിരിക്കുകയായിരുന്നു.
ഡെവിൾ ഒരു പരിങ്ങലോടെ രണ്ടാളെയും മാറി മാറി നോക്കി. നീ ഒന്ന് അടങ്ങ് പെണ്ണേ, ഡെവിൾ കെഞ്ചിയാണ് പറഞ്ഞത്. ഏട്ടന്റെ അമ്മയുടെ സാരിയിൽ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കത്തില്ല, കേട്ടല്ലോ. ഇനി മേലാൽ എന്റെ അടുത്ത് പോരിന് വരരുതെന്ന് പറഞ്ഞേക്ക് തള്ളയോട്. ദേവിനെ ഡെവിളിന്റെ നേരെ ചീറി. ഇനിയും എന്റെ മെക്കിട്ട് കയറാൻ നിന്നാ ഈ ദേവിനെ ആരാണെന്നറിയും ഈ പൂതന. അവൾ സർവ്വനിയന്ത്രണവും തെറ്റിക്കൊണ്ടായിരുന്നു ഡെവിളിന്റെ നേർക്ക് ചാടിയത്. ഒരക്ഷരം പോലും തിരിച്ചു പറയാൻ കഴിയാതെ ഡെവിൾ പകച്ചു നിന്നുപോയി. തള്ളേ, കേട്ടല്ലോ. ഭാനുമതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവിനി നേരെ അകത്തേക്ക് തിരിഞ്ഞു. ദേഷ്യം മുറഞ്ഞു തുള്ളിപ്പോകുന്ന അവളെ നോക്കി അന്തം വിട്ടു നിന്ന ഡെവിളിനെ കണ്ടതും ഭാനുമതി നിലത്ത് നിന്നും ഞെക്കിഞ്ഞിറങ്ങി എഴുന്നേറ്റു. അവൾക്കിത് എന്താ പറ്റിയ ഋഷി? മൊത്തത്തിൽ എന്തോ ഒരു തകരാറ് പോലെ. കാതോരത്തായി ഭാനുമതിയുടെ പെറുപെറുപ്പ് കേട്ടതും ഡെവിൾ കണ്ണു പിടിച്ച് അവരെ ഒന്ന് നോക്കി. ഇനി മോൻ പറഞ്ഞ പോലെ പെണ്ണിന് ബാധ വല്ലതും കൂടിയോ? അല്ല, പെണ്ണിന്റെ നിപ്പിനും നടപ്പിനും ഒക്കെ എന്തോ ഒരു കുഴപ്പം ഇല്ലേ? റൂമിൽ കയറി ഉടുത്തിരുന്ന സാരിയെ വലിച്ചു പറിച്ചു കളഞ്ഞവൾ ദേഷ്യത്തോടെ ജനാലക്കരികിൽ പല്ല് കടിച്ചു നിൽക്കുമ്പോഴായിരുന്നു റൂമിലേക്കൊരാൾ ഒരു കൂസലമില്ലാതെ കയറി വന്നത്. ദേവുട്ടി, മിണ്ടിപ്പോകരുത്. അവന്റെ നേരെ ഒരു ചാട്ടം. ഡെവിൾ ഒരു ഞെട്ടലോടെ അങ്ങനെ നിന്നു. ആ തള്ള കുറെ നാളായി എന്റെ പിന്നാലെ ചൊറിഞ്ഞോണ്ട് നടക്കുന്നു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ആ തള്ള, ഇല്ലേ ഞാൻ. ഇപ്പൊ എനിക്ക് തീരുമാനം ഉണ്ടാക്കണം. അവന് നേരെ എരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ ഒരു കള്ളച്ചിരിയോടെ അവൻ നോക്കി. എൻ്റെ മോളൊന്ന് കോളായിക്ക്. എനിക്കെൻ്റെ ദേവുട്ടി തന്നെയല്ലേ വലുത്. ആ കാര്യത്തിൽ മോൾക്കൊല്ല സംശയമുണ്ടോ? ഉവ്, ഈ മുറിക്കകത്ത് കയറുക മാത്രമല്ലേ ഉള്ളൂ സാറിന് സ്വന്തം ഭാര്യയോട് ഇത്രയും സ്നേഹം. പുറത്ത് കയറും വേലക്കാരി, അതല്ലേ ഞാൻ. അവൾ കലി കൊണ്ട് വിങ്ങിപ്പൊട്ടി. മുറിക്കകത്ത് മാത്രമല്ല, ഇടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ ഒന്ന് സ്നേഹിക്കാടോ. പുറത്തെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ എൻ്റെ ദേവുട്ടിയും ഈ ഋഷിയും മാത്രമുള്ള ഒരിടത്ത്. അവളൊന്നും മനസ്സിലാകാതെ അങ്ങനെ നോക്കി. നമ്മൾ മാത്രോ? പിന്നല്ലാതെ, അതിനുള്ള വഴി നിന്റെ ആ ഭാനുമതി തള്ള തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒരു പിടിയും കിട്ടാതെ നെറ്റി ചുളുക്കിയ പെണ്ണിനെ അവൻ കൊഞ്ചലോടെ തിരിച്ചു നിർത്തി. ആണടി പെണ്ണെ, നിന്നെ എങ്ങനെ ഈ നശിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ ഹണിമൂണിന്റെ വഴിയും കൊണ്ട് സാക്ഷാൽ ഭാനുമതി എത്തിയത്. ഇതെന്തൊക്കെയാ പറയുന്നേ? ഭാനുമതി എന്ത് പറഞ്ഞു എന്നാ? നിനക്ക് ബാധ കൂടിയെന്ന്. എന്താ? അവൻ ചിരിയോടെ അവളുടെ കവിളിൽ നിന്നുള്ളതും അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ഉറക്കെ ചോദിച്ചു. ആ, നീ പെട്ടെന്ന് കയറി അവളോട് ചൂടായപ്പോ ആ പൂതനയ്ക്കൊരു സംശയം, നിന്റെ ദേഹത്ത് പ്രേതവും മറ്റോ കൂടിയോന്ന്. ബാധ തള്ളയ്ക്ക ശവം. പെണ്ണ് പല്ല് കടിക്കുന്നത് കണ്ടവൻ അറിയാതെ ചിരിച്ചുപോയി. നിന്നെ അതോ മന്ത്രവാദിയെ കാണിക്കണം പോലും ഈ ബാധയൊക്കെ ഓടിക്കുന്നേ. ആ, അങ്ങേരെ അഡ്രസ്സ് തന്ന ആ ഭാനുമതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ. അത് അവരുടെ പുണ്യാള മോക്ക് തന്നെ കൊടുക്കാൻ പറ, ആ കരിങ്കളിക്ക്. പെണ്ണിനപ്പോഴും ദേഷ്യം അടങ്ങിയിരുന്നില്ല. അങ്ങനെ ഞാനും ആദ്യം വിചാരിച്ചത്. പിന്നെ കരുതി, പിന്നെന്താ? എടി, ഈ പേരും പറഞ്ഞ് നമുക്കിവിടെ മുങ്ങാലോ. മുങ്ങി? എവിടേക്ക്? അതിശയത്തോടെ നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ അവൻ കൊതിയോടെ നോക്കി. എൻ്റെ പെണ്ണിന് ഇഷ്ടമുള്ള ഇടത്തെല്ലാം. അവളുടെ ചെവിയിൽ രഹസ്യമായി മുറുമുറുക്കുന്ന ചെക്കൻ. ഞാനൊരവസരം നോക്കി നടക്കായിരുന്നു പെണ്ണെ. നീ ഞാനും മാത്രമായൊരു സമയത്തിന് വേണ്ടി, ഒരു ശല്യവുമില്ലാത്ത ഇടത്തിന് വേണ്ടി. അതിനിപ്പോൾ അവരായിട്ട് തന്നെ ഒരു അവസരം ഒരുക്കി തരുമ്പോൾ ഞാൻ എങ്ങനെ പെണ്ണെ വേണ്ടെന്ന് പറയുന്നേ? ബാധ എനിക്ക് ബാധ. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്നെ പ്രാന്തിയാക്കി അങ്ങോട്ട് പോണ്ട. പോകുന്നേ, എല്ലാരും എല്ലാം അറിയിച്ചിട്ട് മതി. അവൾ പരിഭവം കാട്ടി തലകുലുക്കി. ഷെടാ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നീ വരില്ല? ഇല്ല. വാശിയാണോ പെണ്ണെ? ആ, അതെ. നിനക്ക് വാശിയാണോ? ആണോ? അവളുടെ അണിവേറിൽ പിടിച്ചുകൊണ്ടവൻ കുസൃതിയോടെ ചോദിച്ചു. പൊക്കൾ ചുഴിയിൽ ഇക്കിളി വീണതും പെണ്ണ് പിടഞ്ഞു.
എന്നിട്ടും ചിരിയുടെ വാശി കാട്ടി. നീ പോകില്ല ലിഡി? ഇല്ല, വിട് ഋഷിയേട്ടാ, ഞാൻ പോകില്ല. പോ. ചിരിയുടെ വൾക്കട്ടിലേക്ക് ചാഞ്ഞു. വിരൽത്തുമ്പിൻ്റെ ഇഴച്ചിലുകൾ കൂടിക്കൂടി വന്നു. അതോടെ പെണ്ണിൻ്റെ നാവ് കുഴഞ്ഞു. നീ വരില്ല ലേഡി? ഇല്ല. വരില്ലേ? ഇല്ല. അവൻ്റെ വിരൽ പൊക്കിൾ ചുഴിക്കും അപ്പുറം പടർന്നു കയറി. അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആ സുഖത്തിൽ മുള്ളവള്ളികൾ പോലെ വാടിക്കിടക്കുന്ന അവളുടെ കഴുത്തിലേക്ക് അവൻ പതിയെ മുഖം പൊത്തി. പിറ്റേന്ന് രാവിലെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഒരു ബേഗും കയ്യിലേന്തിയാണ് ദേവിനി താഴേക്കിറങ്ങിയത്. ആ, സുന്ദരായിട്ടുണ്ടല്ലോ. എങ്ങോട്ടേലും പോകുവാണോ കുഞ്ഞെ? കുളിച്ചൊരുങ്ങി പുതുവസ്ത്രങ്ങളും ധരിച്ചിറങ്ങി വരുന്ന അവളുടെ സന്തോഷം കണ്ട് മാധവിയാണ് ചോദിച്ചത്. ആ മാധവിച്ചി, ഞങ്ങളൊരു സ്ഥലം വരെ പോകാം. ഋഷിയേട്ടനുണ്ട് കൂടെ. ആളാ പറഞ്ഞേ എന്നോട് ഒരുങ്ങിയിറങ്ങാൻ. എന്റെ ദൈവമേ, ആണോ കുഞ്ഞേ? ഈശ്വരന്മാരെന്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പൊ ഋഷിക്കുഞ്ഞിന് മോളോട് ഇത്തിരി സ്നേഹമൊക്കെ തോന്നി തുടങ്ങി അല്ലേ? മാധവി കൗതുകത്തോടെ കേട്ടതും ദേവിനി ഒരു ചിരിയോടെയാണ് മറുപടി പറയാൻ തുടങ്ങിയത്. അത് പിന്നെ മാധവിച്ചി, ഇപ്പൊ വരും അവന് സ്നേഹം. അപ്പോഴേക്കും ഭാനുമതി കരടുന്ന പോലെ അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്തോ പറഞ്ഞു തുടങ്ങാൻ നിന്ന ദേവിനിയുടെ മുഖം അതോടെ മങ്ങി. ഇത് ഇവളുടെ പ്രാന്ത് മാറ്റാൻ കൊണ്ടുപോകുന്നതാ മാധവി, അല്ലാതെ ഇവളോട് പ്രേമം മൂത്ത് പോകുന്നതൊന്നുമല്ല. അയ്യോ, ഇതെന്തായി കേൾക്കുന്ന മോളെ? അത് കേട്ടതും ദേവിനിക്കുള്ള കാലിൽ നിന്നും എരിഞ്ഞു കയറി. പിന്നെ അല്ലാതെ ഇന്നലെ ഇവളെ ഇവിടെ കിടന്ന് ആടിയപ്പോ ഞാനാ ഋഷിയോട് പറഞ്ഞത് ആ ജോസിന്റെ അടുത്ത് കൊണ്ട് കാണിക്കാൻ. ഇവളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവനത് സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ ഇവളെപ്പോലെ എത്തി ചുമക്കാൻ അവന് വല്ല നേർച്ചയുണ്ടോ? അതുകൂടി കേട്ടപ്പോഴേക്കും ദേഷ്യം കൊണ്ട് ദേവിനി ആകെ വിറച്ചു നിന്നു. ദേഷ്യം ഉറഞ്ഞു വന്നതും ദേവിനി അവർക്ക് നേരെ ദഹിപ്പിച്ചൊരു നോട്ടം, കനലെരിയുന്ന പോലെ. ഒരു നിമിഷം ഭാനുമതി അത് കണ്ട് തറഞ്ഞങ്ങ് നിന്നുപോയി. ഉണ്ടക്കണ്ണുരുട്ടിയുള്ള പെണ്ണിന്റെ നോട്ടം ഭാനുമതി പയന്നൊന്ന് പിന്നിലേക്ക് മാറി. അമ്മ എന്തിനാ ഇവളെയൊക്കെ ഇങ്ങനെ പേടിക്കുന്നേ? ഇത് വെറും ഞാനൂരല്ലേ. ഇവളെ ഇങ്ങനെ ഒഴിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം. തന്തയും തള്ളയും ഇല്ലാതെ എവിടുന്ന് വലിഞ്ഞു കയറി വന്ന തേവിടിച്ച്. ഭാനുമതിയുടെ പരങ്ങൾ കണ്ടാണ് റിയ അവിടേക്ക് കയറി വന്നത്. നിർത്തടി, പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി പോവാ. വായിൽ തോന്നിയത് വിളിക്കാനാണെങ്കിൽ മുന്നിൽ ഒരാളുണ്ടല്ലോ, അവരെങ്ങ് വിളിച്ചാൽ മതി. നീ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാൻ ഞാനിപ്പോ പണ്ടത്തെ ദേവിനിയല്ല, നിന്റെ ഏട്ടത്തി അമ്മയാ. അതുകൂടി നീ ഓർത്തോ. അമ്മ തുള്ളും പോലെ മോളും തുള്ളിയുണ്ടല്ലോ, വെറുതെ ഇരിക്കില്ല ദേവിനി. ദേവിനിയുടെ ശബ്ദം ആ വീടാക്കി പ്രതിധ്വനിച്ചു. ആദ്യമായി അവളുടെ ആ നിൽപ്പെല്ലാവരും നടുക്കത്തോടെ നോക്കി നിന്നു. എന്താ അവിടെ? കനപ്പിച്ചൊരു ചോദ്യത്തോടെ മുകളിൽ നിന്നും ഋഷി ഇറങ്ങി വരുന്നു. അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് മാറി. എന്നാൽ ദേവിനിയുടെ നോട്ടം അപ്പോഴും ഭാനുമതിക്കും റിയയ്ക്കും നേരെ തന്നെയായിരുന്നു. ഒന്നുമില്ല ഋഷിക്കുഞ്ഞെ, ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. മാധവി പ്രശ്നം കൂടാതെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞൊപ്പിച്ചു. മാധവിച്ചി ആ ബാഗൊക്കെ കാറിൽ കൊണ്ടുവച്ച്. അത് കേട്ട മാധവി ദേവിനിയുടെ കയ്യിൽ നിന്നും ബാഗ് മേടിച്ച് കാറിനരികിലേക്ക് നടന്നു. അപ്പോഴും തന്നെ തീക്ഷ്ണമായി നോക്കുന്ന ദേവിനിയുടെ നോട്ടം കണ്ട് ഭാനുമതി ഋഷിയിലേക്ക് ചുരുങ്ങി. മോനെ, ഇത് പിടിവെട്ടെന്നാ തോന്നുന്നു, പെട്ടെന്ന് കൊണ്ടുവയ്ക്കോ. അതിനവൻ ഗൗരവത്തോടെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ദേവിനിക്ക് നേരെ തലചരിച്ചു. വാ. അവളെ കഠിനമായ സ്വരത്തിൽ വിളിച്ചു. ദേവിനി അവന് പിന്നാലെ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ നടന്നുപോയി. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് രണ്ടാളും കയറി. ആ വിശാലമായ വീടിന്റെ വലിയ ഗേറ്റും കടന്ന് കാർ പോകുന്നത് നോക്കി ഭാനുമതിയും റിയയും അങ്ങനെ നോക്കി നിന്നുപോയി. ഇപ്പോഴാണ് ഫ്രീ ആയത്. ആ വീട്ടിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടുമായിരുന്നു. കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി ദേവിനി പുറത്തേക്ക് തലയിട്ട് ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു. അവളത് പറയുമ്പോൾ ദേവിനിയെ നോക്കി പുച്ചിരിക്കുകയായിരുന്നു ഡെവിൻ. അതെനിക്കും മനസ്സിലായി പെണ്ണേ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെയും കൊണ്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേ. അതിന് ഭാനുമതി ഒരു കാരണമായെന്നേ ഉള്ളൂ. ഋഷിയേട്ടാ, നമ്മൾ എവിടേക്കാ പോകുന്നത്? ഭാനുമതി പറഞ്ഞത് കേട്ടില്ലേ, നിന്നെ പ്രാന്തിന് ചികിത്സിക്കാൻ. എന്താ ഋഷിയേട്ടാ ഇത്? ചുമ്മാ കളിയാക്കാതെ. ഒന്നുമില്ല ദേവു, നമ്മളൊരിടം വരെ പോവുക. ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ആർക്കും അറിയാത്ത, ആരും അറിയാത്ത ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക്.
അതെവിടെ ഋഷിയേട്ടാ? കാന്തല്ലൂർ. മലഞ്ചെരുവുകൾക്കിടയിൽ മഞ്ഞിൻ തുള്ളികൾ വീണ് പടർന്നതുപോലൊരു കൊച്ചു ഗ്രാമം. മൂടൽ മഞ്ഞ് തളം കെട്ടിക്കിടക്കുന്ന ഇളം കാറ്റാടി മരങ്ങൾക്ക് മേലെ ശീതക്കാറ്റ് വീശി ചുഴറ്റിയടിക്കുന്നു. ആ മരം കൊച്ചുന്ന തണുപ്പത്ത് അവന്റെ തോളിൽ ചാഞ്ഞു കിടന്ന ദേവനി ആ കാഴ്ചകൾ നോക്കി നിന്നു. ആ ചെറിയ പാതയ്ക്കിരുവശവും ഒരു മരങ്ങൾ പോലെ നിറഞ്ഞു കിടക്കുന്നതെല്ലാം ഓറഞ്ച് തോട്ടമാണ്. അതിലാകെ കനൽ ചെറിയ കണ്ണുകൾ പോലെ ഓറഞ്ച് പഴങ്ങൾ. ഓരോ മരത്തിലും കനിഞ്ഞു തൂങ്ങുന്ന ആ ഓറഞ്ചുകൾ കണ്ട് ദേവനി അത്ഭുതത്തോടെ കണ്ണു ചിമ്മി. എന്തൊരു ഭംഗിയ ഋഷിയേട്ടാ ഇവിടെ എല്ലാം. ഇത്രയും വലിയ ഓറഞ്ച് തോട്ടങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നേ. അവന്റെ തോളിൽ ചാഞ്ഞു കിടന്ന ദേവിനി അത് പറയുമ്പോൾ ഡെവിൾ മെല്ലെ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല പെണ്ണേ, അത്ര മനോഹര ഈ ഗ്രാമം കാണാൻ. എനിക്ക് തോന്നിയിരുന്നു തനിക്കിവിടെ ഇഷ്ടമാകുന്നു. അതുകൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്നേ. സത്യം, ഇപ്പോഴാ മൈൻഡ് നോക്കെ ആയത്. ഇങ്ങനെ നിൽക്കുമ്പോ തോന്നാം നമുക്കിനി തിരിച്ചു പോണ്ടാന്ന്. അവന്റെ നെഞ്ചിലേക്ക് കൈ ചുറ്റി പിടിച്ചവൾ കൗതുകത്തോടെ പറഞ്ഞു. അതെന്താടി അങ്ങനെ? ഏയ് ഒന്നുമില്ല, നമ്മൾ മാത്രമായ രോഗം. എത്ര നാളത്തെ എൻ്റെ ആഗ്രഹമാണെന്നറിയോ? എത്ര എങ്ങനെ ഇരുന്നാലും കൊതി തീരുന്നില്ല ഋഷിയേട്ടാ. ഈ ഓറഞ്ച് പൂക്കളുടെ മണവും ഈ തണുപ്പും പിന്നെ എൻ്റെ ഋഷിയേട്ടൻ്റെ നെഞ്ചിലെ ചൂടും. ഈ നിമിഷം ഇങ്ങനെ അങ്ങ് നിന്ന് പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അതിന് പറയേ അവന്റെ കൈവിരലുകൾ അവളുടെ ഇടുപ്പൂരം നീണ്ടു. അറിഞ്ഞതും പെണ്ണവനെ കുസൃതയോടെ ഒരു നോട്ടം നോക്കി. എന്താ മോന്റെ ഉദ്ദേശം? അല്ല, തണുപ്പൊക്കെയല്ലേ. അതുകൊണ്ട് അവൾ ചിരി ഉള്ളിലൊതുക്കി ഒപ്പം പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുണ്ടിൽ തിരിച്ചുകൂടെ കിട്ടുമെന്ന് നോക്കിയതാ. അവളുടെ ഇളം ചുണ്ടിലേക്ക് വിരലൊടിച്ചു അവൻ. പെട്ടെന്ന് അവന്റെ നോട്ടം മാറി. അത്രമേൽ വശ്യതയോടെ ആ ഇളം തളികയിൽ വന്നു നിന്നു അവളുടെ ഇതളുകളിൽ. ആ നിശബ്ദതയ്ക്കിടയിൽ ഒരു ചെറുപുഞ്ചിരി അവളിൽ കടന്നു വന്നു. അവളുടെ മുടിയിഴകളിൽ പെരുമഴ പോലെ തങ്ങി നിന്ന മഞ്ഞിൻ കണങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടവൻ അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ കാർന്നെടുത്തു. അവളുടെ അതരങ്ങളിലേക്ക് അവന്റെ ആത്മാവ് പതിഞ്ഞു. ഒരു ഞെട്ടലോടെ ദേവു അവനെ ചേർത്ത് പിടിച്ചു. അവൾ പോലും അറിയാതെ ആ മിഴികൾ താനെ അടഞ്ഞു. മൗനങ്ങൾക്കിടയിൽ അവരുടെ ശ്വാസം മാത്രം തളം കെട്ടി നിന്നു. അവന്റെ നാവിൻ തുമ്പിലേക്ക് അവളുടെ പ്രാണനുടക്കി നാവിനാൽ ചുഴറ്റിയെടുത്തവൻ ആ തേനിറമ്പുന്ന ഉമിനീരിനെ കുടിച്ചിറക്കി. ദേഹം മരവിക്കുന്ന കൊടുന്തണുപ്പിൽ അവന്റെ ഇടം ചൂടവൾ ആവോളം ആസ്വദിച്ചു. പെട്ടെന്നവൾ കുസൃതിയോടെ അവന്റെ നെഞ്ചിലേക്ക് പിടിച്ച് ആഞ്ഞു തള്ളി. അയ്യട, അങ്ങനെ ഇവിടെ വെച്ച് കുത്തിക്കിടന്ന് കാട്ടണ്ടാട്ടോ. ഒരു പൊട്ടിച്ചിരിയോടെ അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇടിക്കള്ളി, അവനും ചിരിയോടെ പുലമ്പി. അവൻ കൈനീട്ടി അവളെ പിടിക്കാൻ നോക്കിയതും അവൾ മുന്നിലേക്കോടി. തൊട്ടുപുറകെ കൗതുകത്തോടെ അവന് ആ കനൽ പൂത്തു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ, മഞ്ഞിൻ വേലിക്കെട്ടുകൾക്കിടയിലൂടെ, തണുത്തുറഞ്ഞു കിടക്കുന്ന പുൽനാമ്പുകൾക്കിടയിലൂടെ. പെട്ടെന്നാണ് മരങ്ങളുടെ മറവിൽ നിന്നും ചാടി വീണൊരു രൂപം ഡെവിളിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചത്. ആ ശബ്ദം കേട്ട് ദേവിൻ നടുക്കത്തോട് തിരിഞ്ഞു നോക്കിയതും കണ്ടത് തലപൊട്ടി രക്തം വാർന്നൊഴുകി നിൽക്കുന്ന ഡെവിളിനെയാണ്. ഋഷിയേട്ടാ!